ഓം നമോ നാരായണായ. ശുക്രൻ ഇനി അത്തം നക്ഷത്രത്തിൽ. ഇനിയങ്ങോട്ട് ഈ രാശിക്ക് സുഖജീവിതം. ഇവരുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ കഷ്ടപ്പാടുകളും മാറും. വേദജ്യോതിഷത്തിൽ ഭൗതിക സുഖങ്ങളുടെയും കഴിവുകളുടെയും ഐശ്വര്യത്തിന്റെയും രചനാത്മകതയുടെയും ആഡംബര ജീവിതത്തിന്റെയും എന്നിവയുടെയെല്ലാം കാരണഭൂതനായാണ് ശുക്രനെ കരുതുന്നത്. അതിനാൽ ശുക്രൻ രാശിയോ നക്ഷത്രമോ മാറുമ്പോൾ ഈ നക്ഷത്രങ്ങളിലെല്ലാം അതിന്റെ മാറ്റങ്ങൾ അനുഭവപ്പെടും. സെപ്റ്റംബർ 2 ശുക്രൻ ഉത്രം നക്ഷത്രത്തിൽ നിന്നും അത്തം നക്ഷത്രത്തിലേക്ക് കടന്നു. സെപ്റ്റംബർ 13 വരെ ശുക്രൻ ഈ നക്ഷത്രത്തിൽ തുടരും. ശുക്രന്റെ സ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ആ മാറ്റം എല്ലാ രാശികളിൽ ജനിച്ചവരുടെയും ബാധിക്കുമെല്ലാം. ഈ നക്ഷത്രമാറ്റത്തിന്റെ ഗുണങ്ങൾ 3 നക്ഷത്രക്കാരിൽ വ്യക്തമായി പ്രതിഫലിക്കും. ഇവർക്ക് ഭാഗ്യവും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഈ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് ശുക്രന്റെ നക്ഷത്രമാറ്റം ഗുണകരമായി തീരും. കാരണം ഇടവം രാശിയുടെ അധിപൻ തന്നെ ശുക്രനാണ്. കൂടാതെ ശുക്രൻ നിലവിൽ ഈ രാശിയുടെ 5ാമത്തെ ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ കാലയളവിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഭാവിയിൽ സാഹിത്യം, ലേഖനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചില നല്ല വാർത്തകൾ ഈ കാലയളവിൽ കേൾക്കാൻ സാധിക്കും. ഈ രാശിയിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ ഭൗതിക സുഖങ്ങൾ വർദ്ധിക്കും. പ്രേമകാര്യങ്ങൾ സഫലമാകുകയും വിവാഹത്തിലെത്തുകയും ചെയ്യും. മിഥുനം രാശിയാണ് അടുത്തത്. ശുക്രന്റെ നക്ഷത്രമാറ്റം മിഥുനം രാശിക്കാർക്കും ലാഭപ്രദമായിരിക്കും. കാരണം ഇവരുടെ സുഖവുമായി ബന്ധപ്പെട്ട രാശിയിലാണ് ഈ മാറ്റം നടക്കുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ ഇവർക്ക് സുഖവും സമൃദ്ധിയും കൂടുതലായി അനുഭവപ്പെടും. അതോടൊപ്പം ഭൗതികമായ സുഖസൗകര്യങ്ങളിലും വർധനയുണ്ടാകും. പൊതുപരിപാടികളിൽ പ്രസംഗിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുകയും അതിൽ ആളുകൾ ആകൃഷ്ടരാകുകയും ചെയ്യും. വാഹനമോ പ്രയാപ്പട്ടിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കാലയളവ് അതിന് അനുയോജ്യമാണ്. പാരമ്പര്യ സ്വത്ത് ലഭിക്കാൻ യോഗമുണ്ടാകും. പൊതുവെ ഈ കാലയളവിൽ പോസിറ്റിവിറ്റി അനുഭവപ്പെടും. അടുത്ത ചിങ്ങം രാശിക്കാരാണ്. ശുക്രന്റെ നക്ഷത്ര പരിവർത്തനം ചിങ്ങം രാശിക്കാർക്ക് ശുഭഫലദായകമാണ്. കാരണം ശുക്രൻ ഇവരുടെ ധനം, ഭാഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് സംക്രമണം നടത്തുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ ഇവരുടെ സംസാരം കൂടുതൽ ആകർഷകമാകും. ജോലിയിൽ നല്ല അവസരങ്ങൾ തേടിയെത്തും. അപ്രതീക്ഷിതമായി ധനം കൈവരും. ഭാവിയിലേക്കായി പണം സമ്പാദിക്കാൻ കഴിയും. ബിസിനസ്സിൽ നിന്നും ലാഭം തേടിയെത്തും. പുരോഗതി കൈവരിക്കുന്നതിനുള്ള പല അവസരങ്ങളും മുമ്പിലെത്തും. ചിന്തകളും ആഗ്രഹങ്ങളുമെല്ലാം സഫലമാകും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും.